ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ശരീരത്തിനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ ആ ശരീരത്തിന് വേണ്ടി നമ്മൾ എത്രയോ സമയം ഒക്കെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടുള്ള ഈ ഉണ്ടാകുക, നശിക്കുക, ഇരിക്കുക എന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ല എങ്കിൽ, കാരണം അതിനെ അറിയുന്നതാണ് എന്താണ് മുടിയിലിരുന്നറിയുന്നു മൂന്നും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലിരുന്നുകൊണ്ട് ഇതിൻ്റെ ഈ സ്വഭാവം അല്ലെങ്കിൽ ഇതിൻ്റെ രൂപാന്തരങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇരുന്ന് അറിയുന്നത് ആത്മാവ്, അത് ആ ചൈതന്യമാണ്. ഇതിനെ നമ്മൾക്ക് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ വാസനയും ഒക്കെ ശരിയായ രീതിയിൽ നമ്മളവിടെ അതിനെ എടുക്കുന്നില്ല, നമ്മളതിനെ ശരിയായ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. ഇവിടെ അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും നശിച്ചു പോകാത്ത നിർവികാരമായിട്ടുള്ള ഒരു ആത്മാവ്, അതാണ് ഇതിനെല്ലാത്തിനെയും മാറ്റമില്ലാതെ, അല്ലെങ്കിൽ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുമ്പോഴും അതിനെ തിരിച്ചറിയുവാനായിട്ട് സഹായിക്കുന്നത്. അഥവാ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഈ ആത്മാവ് ഇതിനെല്ലാത്തിനും അന്തർധാരയായി വർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് നശിക്കുന്ന ശരീരത്തെ നശിക്കാത്ത ഒരു ശരീരമാക്കി മാറ്റാനുള്ള വെപ്രാളത്തിലാണ് നമ്മളെല്ലാവരും. എത്രയോ ആളുകളുടെ ബോഡി ഇപ്പോഴും പല പല മരുന്നുകൾ ഉപയോഗിച്ച് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നമ്മളുടെ ഈജിപ്തിലെ പിരമിഡുകൾ ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ അറിയാം, അവിടുത്തെ രാജാക്കന്മാരുടെ ബോഡിയാണ് അതൊരു പ്രത്യേക രീതിയിൽ അടക്കം ചെയ്തിട്ട് അതിന് മാത്രം വലിയ ഇതൊക്കെ കെട്ടി അവർ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. കാരണം ഇനിയൊരു സമയത്ത് ഒരു പുനർജന്മം ഉണ്ടാകുമ്പോൾ അവർക്കത് ഉപയോഗിക്കുക. അപ്പോൾ അതിനുവേണ്ടി അവരുടെ ആ രാജ്യത്ത് ആ രീതിയിലുള്ള ചില ചിന്തകൾ, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ശരീരത്തെ എംബാം ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഭാരതത്തിലെ മഹർഷിമാർ പറയുന്നു, ആ ശരീരം എത്ര വർഷം നമ്മൾ വെച്ചിരുന്നാലും അത് നശിക്കുന്നതാണ്, നശിച്ചേ പറ്റൂ, പഞ്ചഭൂതങ്ങളാണ്. മഹർഷിമാർ പക്ഷേ അവർക്ക് വേറൊരു ടെക്നിക്കുണ്ട്. ഗുരുവിൻ്റെ കൃതിയിൽ ഗുരു സൂചിപ്പിക്കുന്നുണ്ട്, യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടുമിങ്ങ് യോഗി, അദ്വൈത ദീപികയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തെ അവർ വേറൊരു രീതിയിൽ അവർക്ക് പുനഃക്രമീകരിക്കുവാനായിട്ട് സാധിക്കും, അതിനെ സൃഷ്ടിക്കുവാൻ സാധിക്കും. ആ തലത്തിൽ അത് യോഗികൾക്ക് മാത്രമാണ്, സാധാരണ ആളുകൾക്കല്ല. മറ്റുള്ളവരൊക്കെ ഭൗതികവാദികൾ ഈ ശരീരത്തെ വീണ്ടും വീണ്ടും സൂക്ഷിച്ച് വെച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനകത്തേക്ക് ഒരു ജീവൻ രണ്ടാമത് പ്രവേശിക്കുക എന്നുള്ളത് അസംഭാവ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സൂക്ഷ്മതലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർ ഭാരതത്തിലെ മഹർഷിമാർ മാത്രമാണ്. അതിൽ യോഗികളായിട്ട്, സിദ്ധന്മാരായിട്ട്, അദ്വിതീയന്മാരായിട്ട് ധാരാളം വ്യക്തികളെ നമുക്ക് കാണാം. പരമഹംസ യോഗാനന്ദയുടെയൊക്കെ ആത്മകഥയിൽ അതൊക്കെ പലതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഗുരു, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മുടെ ഗുരു തന്നെ ഇത് എത്രയോ തലങ്ങളിൽ ആ സിദ്ധികളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നശിച്ചു പോകുന്ന ശരീരം, അത് നശിച്ചു പോകുന്നതിന് മുൻപ് ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന, എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ശരീരത്തെ സംരക്ഷിക്കുക. അഥവാ അങ്ങനെ പറ്റിയില്ല എങ്കിൽ അതൊരു മഹത്തായ നഷ്ടവും കൂടിയായിരിക്കും.
അപ്പോൾ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടത്, അതിനെ പരിരക്ഷിക്കേണ്ടത് നമ്മുടെ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ ശരീരത്തെ ആ രീതിയിൽ നമ്മൾ സംരക്ഷിക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതല്ലാതെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടെ പുറകെ അതുമാത്രം അനുഭവിക്കുവാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊരു നഷ്ടമായിട്ട് നമുക്ക് തീരുമെന്നാണ് ഗുരു മുന്നറിയിപ്പ് നൽകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സൂക്ഷ്മത ദൈനംദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ അധികം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ഓട്ടത്തിനിടയ്ക്ക് അവനവനെക്കുറിച്ചുള്ള അറിവില്ലാതെ പോകുമ്പോൾ അത് നമ്മുടെ ഉള്ള മനസ്സമാധാനം കൂടി നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ശരീരത്തെ ഒരു പരിധി വിട്ട് നമ്മൾ ലാളിക്കുകയോ അതിനെ പരിരക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സമയനഷ്ടം, പണനഷ്ടം, ടെൻഷൻ കൂടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് താനെന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റണം. അതിന് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.